السلام عليكم ورحمة الله وبركاته. റുഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബിതങ്ങളോടൊപ്പം ഒരിക്കൽ സഞ്ചരിക്കുകയാണ്. കുൻതു അംശി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നു. ഫഇദാ ജമലുൻ യഅദു. അപ്പോൾ ഒരു ഒട്ടകം നബിതങ്ങളുടെ അരികിലേക്ക് ഓടി വന്നു. ഹത്താ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. വഖാല, എന്നിട്ട് ഒട്ടകം പറയുന്നു, യാ റസൂലല്ലാഹിൽ അമാൻ. അല്ലാഹുവിൻ്റെ ദൂതരെ, എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞിട്ട് ഒട്ടകം ഓടി വരികയാണ്. ഫലം യൽബസ് ഹത്താ ജാഅ ഖൽഫഹു അഅറാബിയ്യുൻ വമഅഹു സൈഫുൻ മസ്ലൂൽ. ആ ഒട്ടകം വന്ന് നിൽക്കേണ്ട താമസം അതിൻ്റെ പിറകിൽ ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമവാസിയായ ഒരാൾ ഊരിപ്പിടിച്ച ഒരു വാളുമായി ഒട്ടകത്തിൻ്റെ ബേക്കിൽ ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു നിന്നു. അപ്പോൾ ആദ്യം ഒട്ടകം വന്നു, അതിൻ്റെ ബേക്കിൽ ഊരിപ്പിടിച്ച ഒരു വാളുമായി ഈ ഒട്ടകത്തെ വെട്ടാൻ എന്ന നിലയിൽ ഒരു അറാബി ഓടി വരുന്ന രംഗം കണ്ടു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ അറാബിയോട് ചോദിച്ചു, മാദാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ. ഈ പാവം മൃഗത്തിൽ എന്തുദ്ദേശിച്ചപ്പോൾ വന്നത് എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ അറാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇസ്തറൈതുഹു ബിസമനിൻ കസീർ. ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങിയ മൃഗമാണ് ഈ ഒട്ടകം. പക്ഷേ വലൈസ ഹുവ യുതീഉനി, ഈ മൃഗം എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നില്ല, ഞാൻ പറഞ്ഞതൊന്നും ഈ ഒട്ടകം കേൾക്കുന്നില്ല. അതുകൊണ്ട് ഫഉരീദു അൻ അസ്ബഹഹു വ അൻദഫഅ ബിലഹ്മിഹി, അർത്താൽ അതിൻ്റെ ഇറച്ചിയെങ്കിലും ഭക്ഷിക്കാലോ, അങ്ങനെയെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതിനെ അറുക്കാനുള്ള തീരുമാനത്തിൽ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ജമൽ. അപ്പോൾ ഒട്ടകത്തോട് നബി തങ്ങൾ ചോദിച്ചു, ലിമ തഅസീ, എന്താണ് നീ നിന്റെ ഉടമസ്ഥന് വഴിപ്പെടാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് വഴിപ്പെടാത്തത് എന്ന് ചോദിച്ചു. നബി തങ്ങൾക്ക് ഏത് മൃഗങ്ങളോടും പക്ഷികളോടും പറവകളോടും സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ഏത് മൃഗങ്ങളും ഏത് പക്ഷികളും നബി തങ്ങളോട് സംസാരിക്കും. അത് മനസ്സിലാക്കാനുള്ള വൈഭവം നബി തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒട്ടകത്തോട് നബി തങ്ങൾ ചോദിച്ചു, അല്ല, പൈസ കൊടുത്ത് വാങ്ങിയിട്ട് എന്താണ് ഉടനെ നീ വഴിപ്പെടാതിരിക്കുന്നത്? ഫഖാല, അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഒട്ടകം പറയുന്നു, ലസ്തു അശ്വീ, ഞാൻ ധിക്കരിച്ചുകൊണ്ടല്ല എൻ്റെ ഉടയന് ഞാൻ വഴിപ്പെടാത്തത്. ലിഅന്നീ ലസ്തു അഖ്ദിറു അലൽ അമലി, എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ജോലി ചെയ്യാനൊന്നും കഴിയില്ല. ലിഅന്നീ ലസ്തു അഖ്ദിറു അലൽ അമലി, മുമ്പ് ഞാൻ ചെയ്തതുപോലെയുള്ള ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിലും പറ്റാവുന്നത് ഞാൻ ചെയ്യും. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട്. വലാകിൻ അസ്വൈഹി, ഞാൻ ഇദ്ദേഹം പറയുന്നത് കേൾക്കാതിരിക്കാനുള്ള കാരണം, ലിഅന്നൽ ഖബീലത്തല്ലതി അന ഫീഹാ യനാമൂന അൻ സ്വലാത്തിൽ ഇശാഇൽ അഖീറാ. ഈ എൻ്റെ പിറകിൽ ഓടി വരുന്ന ഈ മനുഷ്യനും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരുൾപ്പെടെയുള്ള ആ നാട്ടുകാർ മൊത്തത്തിൽ, ആ കബീലക്കാർ മൊത്തത്തിൽ രാത്രിയിലെ ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങാറാണ് പതിവ്. ഈ നാട്ടുകാർ, ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമല്ല, ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ മൊത്തം, ലിഅന്നൽ ഖബീലത്തല്ലതി അന ഫീഹാ, ഞാൻ നിൽക്കുന്ന ആ നാട്ടിലെ മുഴുവൻ ഗ്രാമവാസികളും, യനാമൂന അൻ സ്വലാത്തിൽ ഇശാഇൽ അഖീറാ, ഇശാ നിസ്കരിക്കാതെയാണ് കിടന്നുറങ്ങാറ് പതിവ്.
അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വല്ലതും ഇറങ്ങുമ്പോൾ ഞാനും അതിൽ പെട്ടുപോകുമല്ലോ. അതുകൊണ്ട് ഫലൗ ആഹദക അൻ യുസല്ലിയൽ ഇശാ അൽ അഖീറത ആഹദ്തുക അല്ലാ അഅസിയഹു മാ ദുംതു ഹയ്യാ. നബിയെ, തങ്ങൾ അവരോട് ഒരു കരാറ് വാങ്ങിത്തരണം, ഉടമ്പടി വാങ്ങിത്തരണം. എന്താണ് ഉടമ്പടി? അവർ ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുകയില്ല, എല്ലാ ദിവസവും ഇശാ നിസ്കരിക്കും എന്നുള്ള ഉടമ്പടി അവർ നിങ്ങളോട് ചെയ്താൽ ആഹത്തുക, ഞാൻ നിങ്ങൾക്ക് വാക്കു തരാം, ഞാൻ നിങ്ങളോട് കരാറ് വെക്കാം, അല്ല ആഫിയഹു മാ ദുംതു ഹയ്യ, ജീവനുള്ള കാലത്തോളം ഒരിക്കലും ഞാൻ എൻ്റെ ഉടമസ്ഥനെ വഴിപ്പെടാതിരിക്കുകയില്ല. അങ്ങനെ ഒരു കരാറുകൾ വാങ്ങിത്തരി. فإني أخاف أن ينزل عليهم عذاب من الله عز وجل فأكون فيهم. അള്ളാഹുവിൻ്റെ അദാബ് അവരിലേക്ക് ഇറങ്ങുമ്പോൾ സാധുവായ ഞാനും അതിൽ പെട്ടുപോകുമല്ലോ എന്നെനിക്ക് പേടിയുണ്ട് നബിയേ. അതുകൊണ്ട് നിസ്കരിക്കാതെ ഉറങ്ങൂല എന്ന ഉടമ്പടി എങ്ങാനും അവരോട് വാങ്ങിത്തന്നാൽ ഞാൻ അവർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്ക് വഴിപ്പെട്ടു കൊള്ളാമെന്ന് നിങ്ങളോട് ഞാൻ ജാമ്യം നിൽക്കുകയാണ്. فأخذ النبي صلى الله عليه وسلم العهد على الأعرابي ألا يترك الصلاة. നിസ്കാരം ഉപേക്ഷിക്കുകയില്ല എന്ന ഉടമ്പടിക്ക് അറാബി തയ്യാറാവുകയാണെങ്കിൽ ഈ ഒട്ടകത്തെ നിനക്ക് ഞാൻ വഴിപ്പെടുത്തിത്തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാബിയായ മനുഷ്യനോട് പറഞ്ഞു. അപ്പോൾ അറാബിയായ മനുഷ്യനത് സ്വീകരിച്ചു. വസല്ലമ ഇലൈഹിൽ ജമൽ, ആ ഉടമ്പടിയോടുകൂടെ ഒട്ടകത്തെ ആ അറാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ഫറജഅ ഇലാ അഹ്ലിഹി, അങ്ങനെ അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ ശിക്ഷ വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ ആ അദാബ് നിസ്കരിക്കാത്ത ആളുകൾക്ക്, ഒരു നാട്ടുകാർ, ഒരു പ്രദേശത്തുകാർ മൊത്തം നിസ്കരിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് അവിടെ ഇറങ്ങും, ഒരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഞാനും അതിൽ പെട്ടുപോകുമല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ചിട്ട് ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്നിൽ സങ്കടം പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂല് നിസ്കരിക്കണമെന്ന ഉടമ്പടിയോടുകൂടെ ആ ഒട്ടകത്തെ തിരിച്ചേൽപ്പിക്കുകയാണ്. നിസ്കാരം എന്ന് പറയുന്നത് അതാത് സമയങ്ങളിൽ നിസ്കരിക്കുക എന്നതാണല്ലോ നിസ്കാരം. ഒരു കാരണവും കൂടാതെ നിസ്കാരത്തെ ഒരിക്കലും സമയം വിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല. അക്ബറുൽ കബായിറാണ്. സമയത്തെ തൊട്ട് നിസ്കാരം ബന്ധിപ്പിക്കുക, ഖളാഅക്കുക എന്ന് പറയുന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണെന്ന് എല്ലാ ഉലമാവും രേഖപ്പെടുത്തുന്നു. ഒറ്റ വക്ത നിസ്കാരം ഖളായ ആളെ സാക്ഷിക്ക് നിർത്താൻ പറ്റൂല എന്ന യഥാർത്ഥത്തിൽ. ഒറ്റ വക്ത നിസ്കാരം ഖളാഉള്ള ആൾക്ക്, കാരണമില്ലാതെ ഖളാഉള്ള ഒരാളെ സാക്ഷിക്ക് നിർത്താൻ പറ്റില്ല എന്നതാണ് ഫുഖഹാ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് നിസ്കാരം. അക്ബറുൽ കബായിറാണ്. വേറെയുള്ള എന്ത് കാര്യത്തിലും എക്സ്ക്യൂസ് ചെയ്യാം, പക്ഷെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. നിൽക്കാൻ പറ്റൂലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ പറ്റൂലെങ്കിൽ കിടക്കണം, കിടന്നിട്ട് നിസ്കരിക്കാൻ അതിനാവുന്ന പ്രയോഗങ്ങളെല്ലാം നടത്തണം. അതിന് പറ്റാത്തവൻ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കണം. റുക്കൂയിൽ പോകുമ്പോൾ കണ്ണു, റുക്കൂയിൽ ഉയരുമ്പോൾ കണ്ണു ഉയരുക. അതിന് പറ്റാത്ത ആളുകൾ മനസ്സുകൊണ്ട് ഒന്നൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിടത്ത രോഗിയാണ്. എന്നിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുക. അല്ലാഹു അക്ബർ ഇപ്പം നിൽക്കുന്ന രൂപത്തിലാണ്. ഒരു ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, അല്ലാഹു അക്ബർ റുക്കൂയിലാണ്. ഒക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. ഉജൂബുസ്സലാത്ത് മാദാ മഅഖലുഹു സാബിതാ, മനുഷ്യന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം എന്ന കാര്യം നിർബന്ധമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. 100 ബാങ്ക് കൊടുത്താൽ അസർ വരെ വിശാലമായ സമയമുണ്ട്. എന്നാലും അതിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കണം. ആദ്യത്തിൽ നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല.
പറ്റും, പക്ഷെ നമ്മൾ നിസ്കരിക്കുന്നില്ല. എന്നാൽ എന്ത് വേണമെന്നാ? പടച്ചോനെ, ളുഹറിൻ്റെ നിസ്കാരത്തെ ഞാൻ അവസാന സമയത്ത് എന്തായാലും നിസ്കരിക്കും എന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണമെന്നാണ്. ളുഹറിന് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ളുഹർ നിസ്കരിക്കാൻ പ്രാപ്തനാണ്, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എങ്കിൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. ഇനി അസർ വരെയുള്ള സമയം ഉണ്ടെങ്കിലും ആ ളുഹറിൻ്റെ ആദ്യത്തെ സമയത്തോട് പിന്തിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു നിയ്യത്ത് വേണം, ഇൻഷാ അല്ലാഹ് ഈ ളുഹർ ഞാൻ ഈ വക്തിൻ്റെ അവസാനത്തിൽ നിസ്കരിക്കും. അങ്ങനെയല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ നിസ്കാരവും അയാളുടെ ചാർജ് ഷീറ്റിലുണ്ടാവുന്നു. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നിസ്കാരം നമ്മൾ ഖളാ വീട്ടുകയാണെങ്കിൽ ആ നിസ്കാരം നമ്മൾ ഖളാ വീട്ടേണ്ടി വരും. മരിച്ച ആളുകളെ തൊട്ടുള്ള നിസ്കാരം ഖളാ വീട്ടൽ ശാഫിഈ മദ്ഹബിലില്ല എങ്കിലും ചില ഒറ്റപ്പെട്ട ഇമാമിങ്ങളൊക്കെ അവരുടെ പിതാവും മാതാവും ഒക്കെ മരണപ്പെട്ടു പോയപ്പോൾ ഖളാ വീട്ടിയ അനുഭവങ്ങളൊക്കെ മഹാന്മാരായ ആളുകൾ ഉദ്ധരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന സുഹൃതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തി അതൊക്കെ നിസ്കാരം തന്നെയാണ്. ബാങ്ക് കൊടുത്തു, അയാൾ കൃഷിക്കാരനായിരുന്നു, കുളിക്കാൻ പോയി, അതൊക്കെ നിസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അയാൾ ഒന്നുണ്ടാക്കാൻ പോയി, അയാൾ പള്ളിയിലേക്ക് നടന്നു പോയി, അയാൾ വസ്ത്രം ധരിക്കാൻ പോയി, ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വന്നിട്ട് പിന്നെ കുറേ ആളുകളെ കാത്തു നിന്നു, അതൊക്കെ നിസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ ജോലിയാവണം. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലിയാകുന്ന എല്ലാ കർമ്മവും നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന് അത്രയും വലിയ പ്രതിഫലമുണ്ട്. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിർവഹിക്കുന്ന എല്ലാ അമലുകളും അതെത്ര ചെറുതാണെങ്കിലും വലിയ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് അമലുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.